ഇനി ലോകത്തെ ഞെട്ടിച്ച സ്ഫോടനം ആസൂത്രണം ചെയ്തത് എങ്ങനെയാണ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. ഈ പേജർ സ്ഫോടനം എന്നുള്ളത് നമുക്കത്ര കേട്ട് പരിചയമുള്ള ഒന്നല്ല. പേജർ സ്ഫോടനം ഉണ്ടായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ്. അതായത് ലക്ഷ്യം കൃത്യമായിരുന്നു. ഇതുവരെ 20 മരണമാണ് അവിടെ ഉണ്ടായത്. മരിച്ചതും പരിക്കേറ്റതുമൊക്കെ പേജർ ഉപയോഗിച്ചവർ മാത്രമാണ്. അതായത് ഇത് പേജർ കേന്ദ്രീകൃതമായ ഈ പേജർ ഉപയോഗിക്കുന്ന സംഘടനയുടെ അംഗങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഫോടനമായിരുന്നു എന്നുള്ളത് വ്യക്തം. കെട്ടിടങ്ങൾക്കൊന്നും തന്നെ നാശനഷ്ടമില്ല. ആൾനാശം തന്നെയായിരുന്നു അവിടെ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതാണ് പോയിന്റ് നമ്പർ 1. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഫോടനം ഉണ്ടായ സ്ഥലങ്ങളിലേക്ക് നമ്മളൊന്ന് പോകണം. ഈ സ്ഫോടനത്തിന്റെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്ര പേജറുകളിലാണ് ഈ രീതിയിലുള്ള ഒരു പ്ലാന്റിംഗ് നടന്നത് എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. 5000 പുതിയ പേജറുകൾ ഹിസ്ബുള്ള ഓർഡർ ചെയ്തിരിക്കുന്നു എന്നത് മനസ്സിലാക്കിയാണ് ഇക്കാര്യത്തിൽ കൃത്യമായി ആ പേജറുകളെ തന്നെ ആയുധമാക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മൊസാദ് ആണെങ്കിൽ മൊസാദ് തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിക്കാണ് അതിന്റെ കരാർ കൊടുക്കുന്നത്. ആ കരാർ കിട്ടുന്ന കമ്പനിയല്ല, അതിന്റെ ഉപകരാർ മറ്റൊരു കമ്പനിയിലേക്ക് പോവുകയാണ്. ഹംഗറിയിലെ മറ്റൊരു കമ്പനിയാണ് അതിന്റെ ഉപകരാർ എടുക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? ഈ ഓർഡറിംഗ് ഒക്കെ കൃത്യമായി അറിയുന്നു. ആ അറിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നതിന് ആവശ്യമായ സംവിധാനം ഒരുക്കണം. നിർമ്മാണ സമയത്ത് 3 ഗ്രാം സ്ഫോടക വസ്തുവാണ് ഓരോ പേജറിലും ഓർഡർ ചെയ്തത്. 5000 പേജറുകളാണെങ്കിൽ ആ ഓരോ പേജറിലും സ്ഫോടക വസ്തു ഘടിപ്പിക്കുകയാണ്. ലെബനനിലേക്ക് ഈ പേജറുകൾ എത്തുന്നു. അത് ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതും ഉറപ്പാക്കുന്നുണ്ട്. അത്ര കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ട്. ഉപയോഗിച്ചു തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇത് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. വാങ്ങിയ ഉടൻ അല്ലെങ്കിൽ ഉപയോഗിച്ച് ആദ്യ ദിവസങ്ങളിൽ ഇത് സംഭവിക്കുന്നില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ കൃത്യമായ ആസൂത്രണത്തിലൂടെയുള്ള ഒരു നിയന്ത്രിത സ്ഫോടനമായിരുന്നു അവിടെ നടന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഈ സ്ഫോടനം നടത്തുന്നത് വിദൂര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്. ഈ വിദൂര സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സംശയിക്കും ഒരു പേജർ പൊട്ടിത്തെറിച്ചു, ഒരിടത്ത് മാത്രമാണ് എന്ന് ഒരുപക്ഷെ ആദ്യം കരുതും. ബാറ്ററി ചൂടായി പൊട്ടിത്തെറിച്ചതാണ് എന്നൊക്കെ ആദ്യഘട്ടത്തിൽ അവിടെയും സംശയിച്ചിരുന്നു. എന്നാൽ പിന്നീടുള്ള പരിശോധനയിൽ ബോധ്യപ്പെട്ടത് എന്താണ്? പിന്നീടുള്ള പരിശോധനയിലാണ് ഇത് ആസൂത്രിതമാണ്, നടന്നത് ഒരു തീവ്ര സ്ഫോടനമാണ് എന്ന് വിദഗ്ധർ കണ്ടെത്തുന്നത്. ഈ സ്ഫോടന പരമ്പര അതും കൃത്യമായ സമയപരിധിയിലായിരുന്നു. 1 മണിക്കൂർ നീണ്ട ഒരു സ്ഫോടന പരമ്പര 5000 പേജറുകളിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഇന്ത്യൻ സമയം വൈകിട്ട് 6 മണിക്കായിരുന്നു ഈ സ്ഫോടനം ക്രമീകരിച്ചിരുന്നത്. 1 മണിക്കൂർ നീണ്ട സ്ഫോടനം. ഈ പേജർ ഇപ്പോൾ നമ്മൾ അധികം അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമല്ല. ഈ പേജറിന്റെ ഉപയോഗം നമ്മൾ കേട്ടിരുന്നത് കുറെ കാലങ്ങൾക്ക് മുൻപാണ്. മൊബൈൽ ഫോണുകൾക്ക് മുൻപ് വളരെ വ്യാപകമായിരുന്നു ഈ ഇലക്ട്രോണിക് ഉപകരണം പരസ്പരം ആശയവിനിമയം നടത്തുന്നതിനായി ഉപയോഗിച്ചിരുന്നു. അതായത് ടെക്സ്റ്റ് മെസ്സേജുകൾ കൈമാറുന്നതിനായി, പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് എത്തുക, അങ്ങനെയുള്ള മെസ്സേജുകൾ കൈമാറുന്നതിനായി ഉപയോഗിക്കുന്ന സംവിധാനമായിരുന്നു പേജർ. ഈ പേജറിൽ നമ്മളിപ്പോൾ മൊബൈലിൽ ചെയ്യുന്നത് പോലെ SMS-നൊപ്പം തന്നെ കോളും ചെയ്യുന്ന ആ ഒരു മൊബൈൽ കാലഘട്ടമൊന്നുമല്ല. അതിന് മുൻപ് തന്നെ ടെക്സ്റ്റ് മെസ്സേജസ് ഒള്ളിയാണ്. കോളുകളൊന്നും പേജർ വഴി സാധ്യമല്ല. ഇതിൽ ആശയവിനിമയം നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആശയവിനിമയം ഒരു റേഡിയോ തരംഗങ്ങൾ വഴിയാണ്. റേഡിയോ ഫ്രീക്വൻസിയാണ്. റേഡിയോ തരംഗങ്ങൾ വഴിയാണ് ആശയവിനിമയം. അതുപോലെ തന്നെ ഈ പേജർ എവിടെയാണുള്ളത് എന്നുള്ളത് ട്രാക്ക് ചെയ്ത് ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ട്രാക്കിംഗ് ബുദ്ധിമുട്ടുള്ള ഉപകരണമാണ്. ഹിസ്ബുള്ള വാങ്ങിയ പേജറിന്റെ ഭാരം എന്ന് പറയുന്നത് 95 ഗ്രാമാണ്. അപ്പോൾ ഈ പേജർ ഇവർ വാങ്ങുന്നു, ഈ പേജർ ഇവർ ഓർഡർ ചെയ്തു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നു. അതിൽ 3 ഗ്രാമുള്ള സ്ഫോടക വസ്തു ഘടിപ്പിക്കുന്നു. വാങ്ങി ഉപയോഗിച്ചു തുടങ്ങിയെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം, അതായത് ആരാണോ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കിയതിനു ശേഷം കൃത്യമായി അതങ്ങ് പൊട്ടിത്തെറിക്കുന്നു. അതാണ് അവിടെ സംഭവിച്ചത്.